മക്കളെ, ജെറൂസലമിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പല വിധത്തിലുള്ള ക്ലേശങ്ങളും പല വിധത്തിലുള്ള കുറവുകളും ഉള്ളവരിലേക്ക് കർത്താവിന്റെ വചനം കടന്നു വരുമ്പോൾ അവരൊക്കെ ശക്തി പ്രാപിക്കുകയാണ്. പലവിധ വേദനകളാൽ പുളയുന്നവരോട് യേശുവിന് നമ്മോട് എന്തൊക്കെയോ വ്യക്തിപരമായി സംസാരിക്കാനായിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവാക്യം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം ലഭിക്കും. ജീവന്റെ കിരീടം ലഭിക്കുവാനായി ഒത്തിരിയേറെ മക്കൾ അക്ഷീണം പ്രാർത്ഥിക്കുകയും യത്നിക്കുകയും ചെയ്യുന്നുണ്ട്. പരീക്ഷകളെ ക്ഷമയോടെ സഹിച്ചാൽ അവർക്കുള്ളതാണ് ജീവന്റെ കിരീടം. മോശയ്ക്ക് വിക്കിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രകടമായി എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് പ്രവാചകനായ ഒരു മോശയായി തീരുവാൻ വിക്കൽ ആവശ്യമായിരുന്നു. പൗലോസിന് ഒരു മുള്ള് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുവാൻ ആവശ്യമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കുറവുകളിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമായി തീരുകയാണ്. ഇതാ നമ്മുടെ മുമ്പിലേക്ക് നാളുകളോളം ബെഡ് റിഡനായി കിടന്നിരുന്ന ഒരു മകൾ ഇതാ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ശ്രദ്ധിക്കാം നമുക്ക്. എൻ്റെ പേര് ലീന MJ നാട്ടിക. ഭിന്നശേഷിക്കാരിയായ ഒരു വ്യക്തിയാണ് ഞാൻ. തീരെ നടക്കാൻ സാധിക്കില്ല. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പല പല വിഷമസന്ധികളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും നിരാശയിലൂടെയും നമുക്ക് പറഞ്ഞതൊന്നും സാധിച്ചു കിട്ടുന്നില്ല എന്ന ഒരു വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആ സമയത്തായിരിക്കും നമ്മൾ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മളോട് ഈശോ ഇന്നത് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതായിട്ട് നമുക്കത് തോന്നും. ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്കത് തോന്നും. അപ്പോൾ നമ്മളുടെ മനസ്സിന് വളരെ ആശ്വാസം കിട്ടുന്നതായിട്ട് പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു വചനം എടുത്തിട്ട് 1000 തവണ എഴുതി പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ആ കാര്യം സാധിച്ച് കിട്ടാറുണ്ട്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി പ്രകടമായി തീരുവാൻ, വലിയ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുവാൻ സഹനങ്ങൾ ആവശ്യമാണ്. നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ കാണുന്നവർ ജീവന്റെ കിരീടം ലഭിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, പീഡകളിൽ നിന്നും, പൈശാചിക ബന്ധനത്തിൽ നിന്നും സർവരും വിടുതൽ നേടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.